ഞങ്ങൾ ഒസാക്കയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാപ്പനീസ് ഫുഡ് കഴിക്കേണ്ടി വന്നാണ്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇവിടെ സോബയുണ്ട്, പിന്നെ ബീഫിൻ്റെ എന്തൊരു ഐറ്റം ഉണ്ട്, പിന്നെ അപ്പുറത്ത് സോബ, താഴെ കരേ ഉദോണുണ്ട്, കച്ച് കരയുണ്ട്, പിന്നെ ഇതും സോബയാണ്, സോമനാണ്, ടെമ്പുര ഉദോൺ, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൽ വേറെ കോമഡി എന്താ അറിയോ, ചിലത് ഇത് കണ്ടോ, ഇതിൻ്റെ റേറ്റ് ഇതുവരെ കാഞ്ചിയാണ് 750 7ൻ്റെ 5ൻ്റെ 0ൻ്റെ കാഞ്ചി. അത് 1700 yen. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാഞ്ചി മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും അകത്ത് പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ചൂടോടെ കഴിക്കാം. ഇപ്പൊ നൈസായിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അത് ജാപ്പനീസ് ഓൺലി റെസ്റ്റോറന്റ് ആയിരുന്നു കേട്ടോ. പുറത്തുനിന്ന് എഴുതി വെച്ചിരുന്നില്ല. പുറത്ത് എഴുതി വെച്ചിരുന്നെങ്കിൽ നമ്മൾ കേറത്തില്ലായിരുന്നു. അവര് സംസാരിച്ച പോലുമില്ല. ഇങ്ങനെ ആക്ഷൻ ആയിരുന്നു. ഇങ്ങനെ കൈ കൊണ്ട് ഇന്ത്യ മാർക്ക് കാണിച്ചിട്ട് ഇറങ്ങിപ്പോന്ന്. ഇപ്പോൾ ക്യോത്തോയിലാണെങ്കിൽ പോലും ജാപ്പനീസ് ഓൺലി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് സോറി ജാപ്പനീസ് ഓൺലി എന്ന്. ജിനു ബ്രോയ്ക്ക് ഇത് 2ാമത്തെ വട്ടമാണ് കേട്ടോ. ഞങ്ങളടുത്ത് മത്സുയ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വന്നു, ഫോറിനർ ഫ്രണ്ട്ലിയാണ്. ബ്രോ എന്താ ഓർഡർ ചെയ്തത്? ബിംബിൻ ഞാനിത് ഓർഡർ ചെയ്തത്. ഞാൻ സ്റ്റീക്കിന്റെ ഒരു കോംബോ, സ്റ്റീക്ക് റൈസ് ഫെയിലായിപ്പോയി. അപ്പൊ ചില സാധനങ്ങളൊക്കെ ശോകമാട്ടോ, അതുകൊണ്ട് ഞാൻ അറിയാവുന്നത് തന്നെ ഇന്ന് ഓർഡർ. പിന്നെ ഇവിടെ ചായയും വെള്ളമൊക്കെ ഫ്രീ ആണ്. അല്ല, വെള്ളം അൺലിമിറ്റഡ് ആണ്. അതുപോലെ ചായ, ഗ്രീൻ ടീ, റൈസ് ടീ ഒക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടും. ചോപ്പ് സ്റ്റിക്ക് ഉണ്ട്, പിന്നെ യക്കിനിക്കു സോസ്, കുറേ സോസ്, പിന്നെ സ്പൈസ്, കുറേ കാര്യങ്ങളുണ്ട്. ചായയും വെള്ളവും എല്ലാം അൺലിമിറ്റഡ്. ചൂട് ചായ വേണേൽ ചൂട് ചായ, തണുത്ത ചായ വേണേൽ തണുത്ത ചായ. ഇത് നിങ്ങളുടെ അല്ലേ? അവർ കൺഫ്യൂസ്ഡ് ആയെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ ലിസ്റ്റോടും ഒരുമിച്ച് കൊടുത്തു. പിന്നെ ഒരു ജാപ്പനീസ് അല്ലല്ലോ അവര്. എന്താ ബ്രോ? ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് അവിടെ. ഞാൻ ഓർഡർ ചെയ്ത് കാണത്തി. ഞാൻ സ്റ്റീക്കല്ല ഓർഡർ ചെയ്ത്. സ്റ്റീക്ക് ഉണ്ടല്ലേ. കുറച്ച് റൈസ്, കുറച്ച് സാലഡ്, പിന്നെ മിസോ സൂപ്പ് കൂടെ ഫ്രീ ആണ്. സ്റ്റീക്ക് ബീഫ് സ്റ്റീക്കാണ്. ചോപ്സ്റ്റിക്കൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമില്ല കേട്ടോ. ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ നമ്മൾ. ഞങ്ങൾ ലാംഗ്വേജ് പഠിച്ച സമയത്ത് ഒരു ദിവസം കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ മാസത്തിലൊരിക്കൽ, അങ്ങനെ ചെയ്ത് പഠിച്ചാണ്. അന്ന് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. മാലമുത്ത് പെറുക്കിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തോറ്റ് തുന്നൽ പാടി. ഉപയോഗിച്ച് ഇതായി. ഇന്ന് കുറച്ച് ഹെവി ആയെന്നൊരു സംശയം ഇല്ലാതില്ല. കിട്ടുന്നില്ലല്ലോ പാസ്പോർട്ട് ഐറ്റാ. സ്റ്റീക്കാണ് ബീഫിൻ്റെ. ഇത് പിന്നെ പാസ്ത, ഒരു സോസ്. എന്ത് സോസാണോ? അടിയിലൊരു കോഴിമുട്ട ഉണ്ട് കേട്ടോ, ഓംലേറ്റ്. ഇത് ജാപ്പനീസ് ജിഞ്ചി അല്ലേ, ജിഞ്ചർ. റൈസിലേക്ക് കിടക്കാം. പാസ്തയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ചോറിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. പച്ചച്ചോറ് തിന്നേണ്ടി വരും. ജാപ്പനീസ് റൈസ് പച്ചക്കും കഴിക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓരോ
കിംച്ചി വേണ്ട കിംച്ചി കൊറിയൻ പിക്കിള്